ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നല്ലൊരു നെല്ലിക്ക അച്ചാറാണ് കേട്ടോ. അപ്പം നെല്ലിക്ക നമ്മൾ വാട്ടി ഇങ്ങനെ ആവി കയറ്റി വേവിച്ചിട്ടൊന്നുമല്ല, പച്ചയ്ക്ക് അങ്ങനെ തന്നെ അച്ചാറിടുന്നതാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം നെല്ലിക്കയൊക്കെ നന്നായിട്ട് കിട്ടണതല്ലേ, അച്ചാർ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളോ. ഇതിൽ വെള്ളം ഉണ്ടാവില്ല കേട്ടോ, നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലത്തെ അച്ചാറാണ്. നന്നായിട്ട് കോട്ടായി മസാലയൊക്കെ ഇങ്ങനെ കോട്ട് ചെയ്ത അച്ചാർ, ഇതിലൊക്കെ ഇങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ് മസാല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് നമ്മൾ നെല്ലിക്ക കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ പോകും കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കിയിട്ടുള്ള നെല്ലിക്ക എടുത്തിട്ട് ഇങ്ങനെ ചെറുതായി ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. വെള്ളം വേണ്ട കേട്ടോ, വെള്ളം ഇല്ലാണ്ടിരിക്കുന്നതാണ് നല്ലത്. നെല്ലിക്കമ്മ ഇങ്ങനെ കഴുകിയിട്ട് ഒന്നിങ്ങനെ പരത്തി ഇങ്ങനെ വെച്ചാൽ തനിയിരുന്ന് തന്നെ വെള്ളം വലിഞ്ഞോളും. ബാക്കിയുള്ളത് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് തുണി കൊണ്ട് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ അധികം വലിയ കഷ്ണങ്ങളാക്കണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാൽ മതി. അപ്പോൾ വേഗം ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കും. അതുപോലെ നമ്മളെല്ലാ നെല്ലിക്കയും ഇന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടു. ഇനി അതിൽ കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങൾ വീണ്ടും നമ്മൾ ചെറുതാക്കി ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയ കഷ്ണങ്ങളാണ് നല്ലത്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നെല്ലിക്കയുടെ അളവനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഈ നെല്ലിക്കയ്ക്ക് 1 കിലോനുള്ള നെല്ലിക്ക ഉണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ 4 ടീസ്പൂൺ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എല്ലായിടത്തും ഉപ്പ് എത്താൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ വെള്ളം ഒഴിക്കരുത് കേട്ടോ, വെള്ളം ഒഴിക്കരുത്. ഉപ്പിലത്തെ വെള്ളം നെല്ലിക്കലത്തെ വെള്ളം മാത്രം മതി ഇതിലേക്ക്. ഇത് ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് അടച്ച്, ഒരു ബോട്ടിലാണെങ്കിൽ എയർ ടൈറ്റ് പാത്രത്തിലാണെങ്കിൽ, കുപ്പി പാത്രത്തിലാണ് നല്ലത് കേട്ടോ, ഗ്ലാസ് ബോട്ടിലാണ് നല്ലത്. പ്ലാസ്റ്റിക്കിൻ്റെയോ അതൊന്നും എടുക്കണ്ട. അതിലിട്ട് ഇങ്ങനെ അടച്ച് വയ്ക്കുക. അപ്പോൾ 2 ദിവസം നമുക്ക് പുറത്ത് വയ്ക്കാം. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് അച്ചാർ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. എത്ര ദിവസം കഴിഞ്ഞിട്ട്, 2 ആഴ്ച കഴിഞ്ഞിട്ടായാലും നമുക്ക് അതെടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ അച്ചാറിടാൻ. അവിടെ നെല്ലിക്ക ഉപ്പിട്ട് വെച്ചിട്ട് അങ്ങനെ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. പിന്നെ അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നെല്ലിക്ക ഇട്ടു. അതാണ് അളവ് കുറഞ്ഞത്. അങ്ങനെ ഇന്ന് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനായിട്ട് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. വെളുത്തുള്ളി എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ, അതിന് അത്ര അളവൊന്നുമില്ല. നെല്ലിക്കയുടെ അത്ര അളവിൽ വെളുത്തുള്ളി എടുത്താലും കുഴപ്പമില്ല. പിന്നെ കടുകും ഉലുവയും പൊടിക്കണം. അപ്പോൾ ഉലുവയുടെ പൊടി ഇവിടെ ഉള്ളതുകൊണ്ട് കടുക് മാത്രം പാൻ ചൂടാവുമ്പോൾ സിമ്മിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കരിക്കണ്ട, ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റാണ് ചെയ്തത്. അങ്ങനെ നമ്മളത് മാറ്റിയിട്ടാണ്. പിന്നെ അതേ പാനിലേക്ക് തന്നെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ ഈ അച്ചാർ. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നടു കീറി ചെറുതായി ചെറുതായി കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഒന്ന് വാടി വന്നപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പിലയും. ഇത് 3 നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോഴാണ് 1 ടീസ്പൂൺ ഉലുവയുടെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഉലുവ പൊടി ഇല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഉലുവ നമ്മൾ കടുക് വറക്കുമ്പോൾ അതിലിട്ട് കൊടുത്താൽ മതി. അതും പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും കൂടെ ഇട്ട് സിമ്മിൽ വെച്ചിട്ട് വാട്ടിയത് കേട്ടോ. പിന്നെ മുളക് പൊടി ഇപ്പം 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി ആണെങ്കിൽ 5 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നെല്ലിക്ക എടുക്കുന്നതിൻ്റെ അളവനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ നമ്മൾ ചേർത്തത് കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ കട്ടിയായിട്ടുള്ള കായാണെങ്കിൽ ഒന്ന് വറുത്ത് വെച്ചിട്ട് പൊടിച്ച് ചേർക്കാം. അപ്പോൾ നമ്മൾ സിമ്മിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, കാരണം മുളക് അങ്ങനെ കരിഞ്ഞു പോകാൻ പാടില്ല. അതിനുശേഷം നമ്മൾ നെല്ലിക്ക, ഉപ്പിലിട്ട് വെച്ച നെല്ലിക്ക ചേർത്തു. ഇനി ഇതിൽ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് വിനാഗിരി ഒഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വിനാഗിരി ആ മസാലയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, നെല്ലിക്ക ഇടുന്നതിന് മുമ്പായിട്ട്. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ വിനാഗിരി ഇടുന്നത് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മൾ ചേർത്തത് കടുക് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ കടുകും ഉലുവയും കൂടെ വേണമെങ്കിൽ ആദ്യം പൊടിച്ച് വയ്ക്കാം. ഉലുവ പൊടി ഉണ്ടെങ്കിൽ കടുക് മാത്രം പൊടിച്ചാൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. ചെറിയ ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ വെള്ളം ഒഴിക്കണ്ട. ഇതെങ്ങനെ വെള്ളത്തിൽ ലൂസായി കിടക്കണ അച്ചാറല്ല.
ഇനി സിമ്മിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് അത്രയും മതി കേട്ടോ. അതിനിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോ, അതിൻ്റെ അടിയിൽ അങ്ങനെ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. കാരണം എണ്ണ അങ്ങനെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ ഇങ്ങനെ പിടിച്ചാലോ. അപ്പോൾ 5 മിനിറ്റ് ഇങ്ങനെ മൂടി വയ്ക്കുക. ആ ആവിയിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വാടി വരും. കൂടുതലിങ്ങനെ വാടി വെന്ത് കിട്ടേണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. നന്നായിട്ട് കണ്ടില്ലേ, നന്നായിട്ട് മസാലയൊക്കെ കഷ്ണങ്ങളിൽ ഇങ്ങനെ പുരണ്ടിരിക്കുന്ന കണ്ടില്ലേ, നല്ല അച്ചാറാ. ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. ബൈ.